വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചാണ്. കണ്ടീഷണൽ ക്ലോസസിന് തന്നെയാണ് നമ്മൾ ഈഫ് ക്ലോസസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം മറ്റൊരു കാര്യം സംഭവിക്കും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടീഷണൽ ക്ലോസസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസസ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻലി 3 തരത്തിലുണ്ട്. ടൈപ്പ് 1 കണ്ടീഷണൽ, ടൈപ്പ് 2 കണ്ടീഷണൽ, ടൈപ്പ് 3 കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞ് മറ്റൊന്നുകൂടിയുണ്ട്. ചില മിക്സഡ് കണ്ടീഷണൽ ഫോംസും ഉണ്ട്. എന്തായാലും കണ്ടീഷണൽ ക്ലോസസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങളുടെ എക്സാമിൽ, അത് PSCയുടെ ആയാലും ശരി, RRBയുടെ ആയാലും ശരി, SSCയുടെ ആയാലും ശരി, അതിലുണ്ടാവാറുണ്ട്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടമാവില്ല. ഇന്നത്തെ ക്ലാസ്സിലെ കണ്ടീഷണൽ ക്ലോസസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം അതാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ഷീ അറൈവ്സ് നൗ വി ഡാഷ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു കണ്ടീഷണൽ സെന്റൻസിൽ എല്ലായ്പ്പോഴും 2 ക്ലോസ് കാണും. ഒരു ഈഫ് ക്ലോസ് കാണും, മെയിൻ ക്ലോസ് കാണും. ഇതിൽ ഈഫ് ക്ലോസിൽ എന്താണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ ഉപയോഗിക്കണോ, വുഡ് ഉപയോഗിക്കണോ, അതുപോലെ തന്നെ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണോ എന്നതെല്ലാം. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇഫ് ഷീ അറൈവ്സ് നൗ, ഇത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ V1 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. സബ്ജക്റ്റ് ഷീ ആയത് കാരണമാണ് ഇവിടെ വെർബിന്റെ കൂടെ നമ്മളൊരു എസ് കൂടി ആഡ് ചെയ്യുന്നത്. ഇഫ് ഷീ അറൈവ്സ് നൗ, ഈ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിൽ പ്ലസ് V1 ആണ്. വിൽ തന്നെ നിർബന്ധമില്ല, നമുക്ക് ചില സമയത്ത് നമ്മൾ ക്യാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ മേ ഉപയോഗിക്കും വില്ലിന് പകരം. എന്തായാലും അതാണ് ഉപയോഗിക്കേണ്ടത്, വിൽ പ്ലസ് V1 അല്ലെങ്കിൽ ക്യാൻ പ്ലസ് V1. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ മെയിൻ ക്ലോസിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈഫ് ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പം പിന്നെ നമ്മളിനി ഇവിടെ മെയിൻ ക്ലോസിൽ എന്താ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. തന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. ഇഫ് ഷീ അറൈവ്സ് നൗ വി വിൽ ഗോ ടു ദ ബീച്ച്. നമ്മൾ ബീച്ചിലേക്ക് പോകും. ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 തന്നെ ഉപയോഗിക്കുക. ഇത് നമ്മൾ റിയലായ പോസിബിളായ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ടൈപ്പ് 1 കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. ഈ സെന്റൻസ് ഒരു ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. ദേ വുഡ് നോട്ട് ഹാവ് റിജക്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ഇഫ് യു ഡാഷ് ഇൻ ടൈം. ഇവിടെ മെയിൻ ക്ലോസിൽ എന്താ വന്നിട്ടുള്ളത്? വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഇവിടെ മെയിൻ ക്ലോസിൽ വന്നിട്ടുള്ളത്. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വരുന്ന സമയത്ത് നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ ഫോം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് ടൈപ്പ് 3 കണ്ടീഷണൽ ആണ്. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റും, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. വുഡ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, കുഡോ മൈറ്റോ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കും മീനിങ്ങിനനുസരിച്ച്. They would not have rejected your application if you dash in time. നീ സമയത്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ ആപ്ലിക്കേഷൻ അവർ നിരസിക്കില്ലായിരുന്നു. ഇത് സംഭവിക്കാതെ പോയൊരു കാര്യമാണ്, ഒരു ഇമാജിനറി സിറ്റുവേഷനാണ്. അതായത് സമയത്ത് അപേക്ഷിച്ചില്ല, അതുകൊണ്ട് തന്നെ അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് പറയേണ്ടത് അപേക്ഷിച്ചിരുന്നെങ്കിൽ നിന്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാണ്. നമ്മൾ ടൈപ്പ് 3 കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഈ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോം ഓർത്തിരിക്കുക. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3, അതാണ് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം. പിന്നെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യുന്നത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാ കറക്റ്റ്? അപ്ലൈഡ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. V2 ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹാവ് അപ്ലൈഡ് അത് ഏത് ടെൻസിലാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് പ്ലസ് V3 ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഹാഡ് അപ്ലൈഡ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്ലൈ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്, V1 ആണത്. അതല്ല നമുക്കിവിടെ വേണ്ടത്. നമുക്കിവിടെ വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? തേർഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ദേ വുഡ് നോട്ട് ഹാവ് റിജക്റ്റഡ് യുവർ ആപ്ലിക്കേഷൻ ഇഫ് യു ഹാഡ് അപ്ലൈഡ് ഇൻ ടൈം. സമയത്ത് നീ അപേക്ഷിച്ചിരുന്നെങ്കിൽ നിന്റെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യില്ലായിരുന്നു. യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ഡാഷ് ദ മെഡിസിൻ. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഇത് ഏത് കണ്ടീഷണലാണ്? ഇവിടെ നമുക്ക് മെയിൻ ക്ലോസിലുള്ളത് വിൽ പ്ലസ് V1 ആണ്. മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കുമ്പോൾ അത് ഏത് കണ്ടീഷണലാണ്? അത് ടൈപ്പ് 1 കണ്ടീഷണലാണ്. ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ അപ്പോൾ എന്താ ഉപയോഗിക്കുക? ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് വിൽ പ്ലസ് V1 ആണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ഡാഷ് ദ മെഡിസിൻ ഇഫ് യു ടേക്ക് ദ മെഡിസിൻ. ടേക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ടുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ടേക്കിൻ്റെ V2 ആണ് ടുക്ക്.
ഹാവ് ടേക്കൺ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്, ഹാഡ് ടേക്കൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. നമുക്ക് വേണ്ടത് ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ടേക്ക് ദ മെഡിസിൻ. മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിനക്ക് കുറച്ചുകൂടി സുഖം തോന്നും. ഹി ഡാഷ് ഇഫ് ഹി വർക്ക്ഡ് ഹാർഡർ. നല്ലതുപോലെ ജോലി ചെയ്തിരുന്നെങ്കിൽ, കൂടുതൽ നന്നായി ജോലി ചെയ്തിരുന്നെങ്കിൽ, കഠിനമായി അധ്വാനിച്ചിരുന്നെങ്കിൽ അവൻ ജയിക്കുമായിരുന്നു. നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ അവൻ ജയിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ ഈഫ് ക്ലോസിൽ ഏത് ടെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഈഫ് ക്ലോസിലെ വെർബ് വർക്ക്ഡ് ആണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. വർക്ക് എന്ന വെർബിൻ്റെ V2 ആണ് വർക്ക്ഡ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വുഡ് പ്ലസ് V1 ആണ്. വുഡിന് പകരം നമുക്ക് കുഡോ മൈറ്റോ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും അതാണ് വേണ്ടത്. വുഡ് പ്ലസ് V1 അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത്. ഇത് ടൈപ്പ് 2 കണ്ടീഷണലിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയാം. ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ്. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ്. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുക ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. V3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹി ഡാഷ് ഇഫ് ഹി വർക്ക്ഡ് ഹാർഡർ. ഇവിടെ ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചത് കാരണം മെയിൻ ക്ലോസിൽ നമുക്ക് വേണ്ടത് വുഡ് പ്ലസ് V1 ആണ്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഹി വുഡ് പാസ്, അവൻ ജയിക്കും. ഇഫ് ഹി വർക്ക്ഡ് ഹാർഡർ, ഹി വുഡ് പാസ് ഇഫ് ഹി വർക്ക്ഡ് ഹാർഡർ. കുറച്ചുകൂടി നന്നായി അധ്വാനിച്ചിരുന്നെങ്കിൽ അവൻ പരീക്ഷ ജയിക്കുമായിരുന്നു. ഇതും ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ടൈപ്പ് 1 കണ്ടീഷണൽ മാത്രമാണ് നമ്മൾ റിയൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ടൈപ്പ് 2ഉം ടൈപ്പ് 3യും. ടൈപ്പ് 2 നമ്മൾ ഉപയോഗിക്കുന്നത് സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ടൈപ്പ് 3 നമ്മൾ ഉപയോഗിക്കുന്നത് സംഭവിക്കാതെ പോയ ഇമാജിനറി ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഷീ ഡാഷ് ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മോർ പൊളൈറ്റ്ലി. നീ കുറച്ചുകൂടി മര്യാദയോടെ മാന്യമായി ചോദിച്ചിരുന്നെങ്കിൽ അവൾ സഹായിക്കുമായിരുന്നു. ഇവിടെ ഈഫ് ക്ലോസിൽ ഏത് ടെൻസാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഹാഡ് ആസ്ക്ഡ്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുന്ന സമയത്ത് മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്? നമുക്ക് വേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? വുഡ് ഹാവ് പ്ലസ് V3 തേർഡ് ഓപ്ഷനാണ്. She would have helped if you had asked more politely. She would have helped if you had asked more politely. നീ കുറച്ചുകൂടി മാന്യമായി ഭവ്യതയോടുകൂടി ചോദിച്ചിരുന്നെങ്കിൽ അവൾ സഹായിക്കുമായിരുന്നു. ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നീ അങ്ങനെ ചോദിച്ചതുമില്ല, അവൾ സഹായിച്ചതുമില്ല. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അവൾ സഹായിക്കുമായിരുന്നു. അതാണ് നമുക്ക് പറയേണ്ടത്. ഇഫ് യു മിസ് അനദർ ഡെഡ് ലൈൻ യു ഡാഷ് ഇൻ ട്രബിൾ. ഒരു ഡെഡ് ലൈൻ കൂടി മിസ് ചെയ്താൽ നീ പ്രശ്നത്തിലാവും. ഇഫ് യു മിസ് അനദർ ഡെഡ് ലൈൻ അത് ഏത് ടെൻസിലാണ്? ഈഫ് ക്ലോസ്. മിസ് എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇവിടെ മെയിൻ ക്ലോസിൽ എന്താ വേണ്ടത്? വിൽ പ്ലസ് V1 ആണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. ഇഫ് യു മിസ് അനദർ ഡെഡ് ലൈൻ യു വിൽ ബി ഇൻ ട്രബിൾ. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് ഡാഷ്. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഐസ് നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് ഉരുകും. ഐസ് ചൂടാക്കിയാൽ അത് ഉരുകും. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് അല്ലേ? എപ്പോഴും സത്യമാണ്. ഐസ് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉരുകും എന്നത് സത്യമാണ്. ഇങ്ങനെ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയാൻ നമുക്ക് ടൈപ്പ് 1 കണ്ടീഷണൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് സീറോ കണ്ടീഷണൽ ഉപയോഗിക്കാം. സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ രണ്ട് ക്ലോസിലും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. നമുക്കിവിടെ വേണമെങ്കിൽ ടൈപ്പ് 1 കണ്ടീഷനിൽ ഉപയോഗിക്കാം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് കറക്റ്റാണ്. ഫസ്റ്റ് ഓപ്ഷനും കറക്റ്റാണ്, സെക്കൻഡ് ഓപ്ഷനും കറക്റ്റാണ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ആയത് കാരണം നമുക്ക് വേണമെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയത് കാരണം നമ്മൾ നോർമലി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ സീറോ കണ്ടീഷണലാണ് യൂസ് ചെയ്യുക. സീറോ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുക രണ്ട് ക്ലോസിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ കറക്റ്റായ ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ്. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇറ്റ് വിൽ മെൽറ്റ് എന്നത് തെറ്റല്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ സീറോ കണ്ടീഷനിലുള്ള ഒരു ആൻസറും ടൈപ്പ് 1 കണ്ടീഷനിലുള്ള ഒരു ആൻസറും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയാൻ സീറോ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കുക. അതായത് രണ്ട് ക്ലോസിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക. അങ്ങനെ ആ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഓപ്ഷൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ല് ഉപയോഗിക്കാൻ സാധിക്കും. ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ്. ഇഫ് ഐ ഡാഷ് യു ഐ വുഡൻ വിയർ ദാറ്റ് ടോപ്പ് ടു സ്കൂൾ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ടോപ്പ് ധരിച്ച് സ്കൂളിലേക്ക് പോവില്ല. ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് വുഡ് പ്ലസ് V1 ആണ് അല്ലേ? വുഡൻ വിയർ.
വുഡ് പ്ലസ് V1 ആണ് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് കണ്ടീഷണലാണ്? ടൈപ്പ് 2 കണ്ടീഷണലാണ്. ടൈപ്പ് 1 കണ്ടീഷനിൽ നമ്മൾ വിൽ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ടൈപ്പ് 2വിൽ നമ്മൾ വുഡ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ടൈപ്പ് 3ൽ നമ്മൾ വുഡ് ഹാവ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുക. ടൈപ്പ് 2 കണ്ടീഷനിലാവുന്ന സമയത്ത് പിന്നെ ഈഫ് ക്ലോസിൽ നമുക്ക് വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? ഇഫ് ഐ ഡാഷ് യു ആം, അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അത് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ആം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമ്മളത് ഉപയോഗിക്കാറുണ്ട് വാസ്. ഇഫ് ഐ വാസ് യു സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇഫ് ഐ വേർ യു മൂന്നാമത്തെ ഓപ്ഷനോ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്, പക്ഷേ നമ്മൾ ഐയുടെ കൂടെ നോർമലി യൂസ് ചെയ്യുക വാസ് ആണ്. ഫോർത്ത് ഓപ്ഷൻ ഹാഡ് ബീൻ, അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇവിടെ ഇപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? നമുക്ക് വാസ് ആണ് കറക്റ്റ് എന്ന് തോന്നും. വാസ് ശരി തന്നെയാണ്, പക്ഷെ പൊതുവെ ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് വേർ ആണ്. ഇഫ് ഐ വേർ യു എന്ന് പറയുന്നതാണ് ഇഫ് ഐ വാസ് യു എന്ന് പറയുന്നതിലും കോമൺ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരികയാണ്, നിങ്ങൾക്ക് അവിടെ വാസും വേറും ഓപ്ഷനായിട്ടുണ്ടെങ്കിൽ വേർ ആണ് ചൂസ് ചെയ്യേണ്ടത്. വാസ് തെറ്റല്ല, പക്ഷെ പൊതുവെ ഇതിനെ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയി നമ്മളിവിടെ സംസാരിക്കുന്നത് റിയൽ അല്ലാത്തൊരു സിറ്റുവേഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സാധ്യത കമ്മിയുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചാണ്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് വേറാണ്, വാസ് അല്ല. നോർമലി നമ്മൾ ഐയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് വാസ് ആണ്, വേർ നമ്മൾ ഉപയോഗിക്കില്ല. പക്ഷെ ഈഫ് ക്ലോസസിൽ നമ്മൾ ഐയുടെ കൂടെ വേർ ഉപയോഗിക്കാറുണ്ട്, ഇങ്ങനെ ഇമാജിനറി ആയ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേർ ഉപയോഗിക്കുക, വാസ് അല്ല. വേറില്ല ഒരു ഓപ്ഷനായിട്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വാസ് ഉപയോഗിക്കാം, പക്ഷേ രണ്ട് ഓപ്ഷനും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ കറക്റ്റ് വേറാണ്. ഇഫ് ഐ വേർ യു ഐ വുഡൻറ്റ് വിയർ ദാറ്റ് ടോപ്പ് ടു സ്കൂൾ. ഇഫ് യു റിവൈസ് യുവർ ലെസൺസ് റെഗുലർലി യു ഡാഷ് ഗുഡ് മാർക്സ്. പതിവായി നിൻ്റെ ലെസൺസ് നീ റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല മാർക്ക് കിട്ടും. ഇവിടെ ഈഫ് ക്ലോസ് ഏത് ടെൻസിലാണ്? വെർബ് റിവൈസ്, അത് V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാവുമ്പോൾ പിന്നെ നമുക്ക് മെയിൻ ക്ലോസിൽ എന്താ വേണ്ടേ? വിൽ പ്ലസ് V1 ആണ് നമുക്ക് വേണ്ടത്. ഇഫ് യു റിവൈസ് യുവർ ലെസൺസ് റെഗുലർലി യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. നിനക്ക് നല്ല മാർക്ക് ലഭിക്കും. ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. അപ്പോൾ പൊതുവെ ഈഫ് ക്ലോസസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മെയിൻലി ഇത് 3 തരത്തിലാണുള്ളത്: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ഇതല്ലാതെ സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞ് ഒന്നുകൂടിയുണ്ട്. സീറോ കണ്ടീഷനിൽ നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് സീറോ കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ 2 ക്ലോസിലും ഉപയോഗിക്കുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. V1 ഉപയോഗിച്ച് വെർബിൻ്റെ V1 അതായത് ഫസ്റ്റ് ഫോം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. V2 ഉപയോഗിച്ച് സെക്കൻഡ് ഫോം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇങ്ങനെ ഈഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് വിൽ പ്ലസ് V1 ആണ്. ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് വുഡ് പ്ലസ് V1 ആണ്, അല്ലെങ്കിൽ കുഡോ മൈറ്റോ ആയിരിക്കും. ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് വരുന്ന സമയത്ത്, അതായത് ഹാഡ് പ്ലസ് V3 ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈഫ് ക്ലോസിൽ വരുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈ മാർക്ക് നഷ്ടമാവില്ല. ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാണെന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.